ഹലോ ഗൈസ്, പെരുന്നാസ്കാരം മാത്രല്ലല്ലോ ഇന്ന് ജുമാ കൂടിയല്ലേ. പുലർച്ചെ വന്നിട്ട് മരത്തിന്റെ ഉള്ളിൽ സ്ഥലം പിടിച്ചിട്ട് ഇരിക്കുകയും മയന്തോള് നമ്മ പിന്നെ നേരത്തെ കാലത്ത് പള്ളിക്ക് വരുന്ന ആൾക്കാരെ കാരണം നമുക്ക് ഇന്നും പള്ളിയുടെ ഉള്ളിൽ സ്ഥലം കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേ ഇരിക്കാറുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ ജുമയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് ഞാൻ പള്ളി കാണിച്ചത്. പള്ളി എവിടെ കിടക്കുന്നത് ഞങ്ങൾ നിസ്കരിച്ച് എവിടെ കിടക്കണം. ഈ ചൂട് എന്ന് പറഞ്ഞ ടോപ്പ് ലെവലാണ് മക്കളെ. അപ്പൊ പുറത്ത് നിന്ന് നിസ്കരിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. അപ്പൊ എല്ലാവരും പറയാനുള്ള നേരത്തെ കാലത്ത് പള്ളി വരും. അപ്പോഴാണ് ചെക്കന്മാരെ വിളിക്കുന്നത്. ചെക്കന്മാരെ വിളിച്ചു പ്ലേറ്റും ഗ്ലാസും ഒക്കെ മേടിച്ച് പോന്നാൽ മതി മക്കളെ, അല്ലെങ്കിൽ ചോറ് തിന്നാൻ പറ്റൂല. അങ്ങനെ ഞാനും അനുസാറും പാടും പ്ലേറ്റും ഗ്ലാസും മേടിച്ചിട്ട് ഇറങ്ങി. ഞാനാണ് ഈ പ്രൊഫഷണൽ വ്ളോഗറാവാൻ നോക്കുന്നത്. പക്ഷെ ആവുന്നത് വേറെ എന്തൊക്കെയോ. അങ്ങനെ പ്ലേറ്റും ഗ്ലാസും വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അനുസാറാണെങ്കിൽ ലുങ്കി മുണ്ടൊക്കെ ഇട്ടിട്ടേ പള്ളിക്ക് വരൂ. നമ്മുടെ മാനേജറിന്റെ മാസ്മരികമായിട്ടുള്ള റിവേഴ്സിംഗ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ഞങ്ങൾ അസ്ലമുഖാന്റെ വയനാടൻ സ്പെഷ്യൽ ബിരിയാണി, അതും പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി അടിക്കാനുള്ള പരിപാടിയിൽ. അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാള് നമ്മുടെ മാനേജർ ഫൈസൽ ഖാനി, അതുപോലെ വൈഫ് അർഷാൻ താത്ത, നമ്മുടെ സെന്നമോളുടെ കൂടെ ആയിരുന്നു. അങ്ങനെ പെരുന്നാൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ നാട്ടിൽ നിന്ന് മാറുന്നിട്ട് പെരുന്നാളാന്നുള്ളൊരു മിസ്സിങ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അതുപോലെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞപ്പോ കണ്ണിന്നൊക്കെ വെള്ളം നിറഞ്ഞു. എന്താന്നറിയില്ല, സന്തോഷം കൊണ്ടേ എന്താ ചെയ്യാത്. അൻസാറിന്റെ ആണെങ്കിൽ മക്കളെയും പെണ്ണുങ്ങളെയും വിട്ടിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ്. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അശ്വനാണെങ്കിൽ ഫുൾ ആക്റ്റീവാ. അങ്ങനെ അസ്ലമുക്ക് വന്ന് എത്തി നോക്കിയിട്ട് ആ പിള്ളേരൊക്കെ സെറ്റില്ല, എന്നാ ഫുഡ് എടുത്താലോ. അങ്ങനെ ഫുഡ് മേടിച്ച് ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഞാനല്ല പണിയെടുക്കുകയോ. അങ്ങനെ അക്ഷയാണെങ്കിൽ അതിന്റെ ഇടയിൽ ട്രാഫിക് പോലീസൊക്കെ ആവുന്നു. ഇതാ അത്ര വഴി. അങ്ങനെ ഞാൻ പ്രൊഫഷണൽ വ്ളോഗറാക്കാൻ നോക്കിയിട്ട് ഞാൻ പ്രൊഫഷണൽ വേറെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് പിന്നെ ഇരുന്ന് ഓർമ്മയുള്ളൂ. ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിന്റെ മുകളായിരിക്കും. പിന്നെ എന്തായാലും അസ്ലമുഖാന്റെ വയനാടൻ സ്പെഷ്യൽ ബിരിയാണി അടിച്ച് പൊളിച്ച് സൂപ്പർ ആക്കി. അത് കഴിഞ്ഞിട്ട് പിള്ളേര് കാണാതെ കുറച്ച് ചിക്കന്റെ പീസ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടിപൊളിയായി കാരണം കുറച്ച് പീസും കാര്യങ്ങളൊക്കെ പാർസലാക്കിയിട്ട് ഫൈസലേക്കും ഫാമിലിയും സ്ഥലം വിട്ടു. അങ്ങനെ സന്നമോൾക്ക് ചാറ്റിങ് കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടിയും കിടക്കെടുത്താൽ പെട്ടിയും കിടക്കില്ല, ചെമ്പും പാത്രം എടുത്തിട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. അപ്പൊ ഇതും ശുഭം.